ഹായ് ഓൾ. അങ്ങനെ വാഗമൺ യാത്രയുടെ ഭാഗമായി ഞങ്ങളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കുട്ടിക്കാനം എന്ന മനോഹരമായ സ്ഥലത്തിലൂടെയാണ്. കുറച്ച് ദൂരം ഞങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു എസ്റ്റേറ്റ് തുറന്നു കിടക്കുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. എന്നാൽ പിന്നൊന്ന് കയറിയിട്ട് പോയേക്കാം എന്ന് കരുതി ഞങ്ങൾ ഈ എസ്റ്റേറ്റിനുള്ളിൽ കയറി. തോട്ടത്തൊഴിലാളികൾ തേയില നുള്ളുന്ന കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഈ എസ്റ്റേറ്റിനുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വഴി ചെന്നെത്തുന്ന എവിടെയാണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയിൽ ഞങ്ങൾ തോട്ടത്തൊഴിലാളികളോട് തന്നെ ചോദിച്ചു. അന്നേരം അവർ പറഞ്ഞു മദാമക്കുളം എന്ന് പറയുന്ന ഒരു വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട്, അവിടേക്ക് ഈ വഴി പോകാവുന്നതാണെന്ന്. ഇതുവഴി ഏറെ ദൂരം സഞ്ചരിച്ചെങ്കിലും മദാമക്കുളത്തിൽ എത്തിച്ചേരത്തുള്ളൂ. എന്നാൽ നമ്മുടെ വണ്ടി അതുവഴി പോകാൻ സാധ്യതയില്ല. ട്രക്കിലൂടെ അവിടെ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നമ്മുടെ വണ്ടിയിൽ എവിടം വരെ പോകാൻ പറ്റുമോ അവിടം വരെ പോവാം എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ എത്തിച്ചേർന്നത് വേണ്ട ഈ ഒരു സ്ഥലത്താണ്. അതായത് ആഷ്ലി ബംഗ്ലാവിൻ്റെ ഫ്രണ്ടിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ആഷ്ലി എസ്റ്റേറ്റിലൂടെയാണ് നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ചിരുന്നത്. പക്ഷേ ആഷ്ലി ബംഗ്ലാവ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. ഇയോബിൻ്റെ പുസ്തകം എന്ന സിനിമയിലെ മെജോറിറ്റി പാർട്ടും ഈ ബംഗ്ലാവിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പെർമിഷൻ ഇല്ലാത്തത് കാരണം ഞങ്ങൾക്ക് അധികം നേരം ഈ ബംഗ്ലാവിനടുത്ത് നിൽക്കാൻ സാധിച്ചില്ല. പെർമിഷൻ എടുക്കേണ്ടെന്ന് എവിടെ നിന്നാണെന്ന് ഞങ്ങൾക്കറിയില്ല. എനിവേ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് ഈ ബംഗ്ലാവ് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്. വെറുതെ തുറന്നു കിടന്നിരുന്ന ഒരു എസ്റ്റേറ്റിലൂടെ അപ്രതീക്ഷിതമായ ഒരു യാത്ര. പലപ്പോഴും അങ്ങനെയാണ്, അവിചാരിതമായി നമ്മൾ പോകുന്ന സ്ഥലമായിരിക്കും കൂടുതൽ മനോഹരം.